ഫ്രണ്ട്സ് നമസ്കാരം. ഞാൻ ദീപ ശർമ്മ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടിപൊളി ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. വരൂ, ഇത് ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ പോകുന്നതാണ് പാലക് പനീർ. ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഈ സ്റ്റൈലിൽ കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഫസ്റ്റ് വീഡിയോയിലാണെങ്കിൽ ഈ മൈക്ക് ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് എനിക്ക് വേണ്ടിയൊരു മൈക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇത് K8 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മെഷോ ആപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. 499 ഒത്തിരി ചീപ്പാണ്. 499 കിട്ടും. അപ്പം നിങ്ങൾ എൻ്റെ വോയിസ് കേട്ട് നോക്കണം എങ്ങനെയുണ്ട്. നല്ലതാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം എന്ത് വേണ്ടതെന്ന് വെച്ചാൽ പാലക്ക്. ഇപ്പം നമ്മുടെ ഇഷ്ടം നമുക്ക് എത്ര പാലക്ക് വേണം. ഞാനിപ്പോൾ 2 പിടി പാലക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ നല്ലതായിട്ട് വാഷ് ചെയ്യണം. ഇത് വാഷ് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. വെള്ളം പോയിക്കൊണ്ടിരിക്കേണ്ടത് നൂറി. പിന്നെ ഇതാദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോർമൽ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചട്ടിക്കകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യം വെള്ളം. ഈ പാലക്ക് എത്ര മുങ്ങുന്ന അത്രയും വെള്ളം വേണം ഇതിനകത്ത്. അപ്പം ഞാനത് കാണിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പാലക് പനീരല്ല. അപ്പോൾ പനീർ ഞാൻ ഈ പനീറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഏത് പനീർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പനീർ വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം, അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം ഒന്ന് ബോയിലായി വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ പനീർ കട്ട് ചെയ്തിട്ട്, ഇത് ഫ്രോസൺ പനീറല്ലേ, അപ്പോൾ ഇത് ആദ്യം കട്ട് ചെയ്തിട്ട് ഇവിടെ ബോളിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിനകത്തോട്ട് ഇടണം. അപ്പോൾ അതൊന്ന് നോർമൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലായിരിക്കും. ഞാനൊരു 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്ര പാലൊക്കെ എടുക്കുന്നത് അതനുസരിച്ച് പനീർ എടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ 2 പിടി പാലക്കുണ്ട്. അപ്പോൾ ഞാൻ 2 പാക്കറ്റാണ് ഇത് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ആളുകളുടെ എണ്ണം അനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ്. പിന്നെ അടുത്തതാണെങ്കിൽ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്താണെങ്കിൽ കുറച്ച് ഗാർലിക് ജിഞ്ചർ വേണം, അത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, ഇതൊരു 3 ഉള്ളിയാണ്, ഏകദേശം 3 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് തക്കാളി. ഓക്കെ, ഇനി ഇൻഗ്രീഡിയൻസ് വരാം. ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാവുന്നതാണ്. ശരി, അപ്പോൾ ഇത് നമ്മുടെ വെള്ളം നോക്കി കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ ഒന്ന് തിളച്ചൊന്ന് വരണം. ബബിൾസ് പോലെ വരണം. ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കണം വെള്ളത്തിനകത്ത്. പിന്നെ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റർ ചെയ്യാം. ഇപ്പം എൻ്റെ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാലക്ക് ജസ്റ്റ് ഇടണം. ഇങ്ങനെ കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ചെറിയ പിള്ളേർക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ പിന്നെ ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ടൈം കൊടുത്താൽ മതി. 2 മിനിറ്റ്സ് ജസ്റ്റ് ഇതിനകത്തൊന്ന്, ഇത് ഗ്യാസ് ഓൺ തന്നെയാണ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മെല്ലെ സൂക്ഷിക്കണം, മേഘത്ത് വെള്ളം തെറിക്കാതെ സൂക്ഷിക്കണം. ജസ്റ്റ് നല്ലതായിട്ട് ഇത് ഡിപ്പായി എടുക്കാൻ സൂക്ഷിക്കണം. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. 2 മിനിറ്റ്സ് ആയി കഴിയുമ്പം നമുക്കാണെങ്കിൽ പിന്നെ ഇത് എടുത്ത് വെച്ചിട്ട് ഊരാനായിട്ട് വെക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതിന്റെ ഗ്രീൻ കളർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ആയിരിക്കും. അപ്പം നമുക്കിത് ബോയിൽ ആയി കഴിഞ്ഞിട്ട് ഇത് 2 മിനിറ്റ്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കാണാവുന്നതാണ്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഇത് ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ഈ പാലക്ക് 2 മിനിറ്റ് മാത്രം വെള്ളത്തിലിട്ടിട്ട്, പിന്നെ അതെനിക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് തണുത്ത വെള്ളം ഒഴിക്കണം, ഫ്രിഡ്ജിന്റെ വെള്ളം. അതിനകത്തോട്ടാണെങ്കിൽ ഈ സാധനം ഈ പാലക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഈ പാലക്കിന്റെ കളർ ഫുൾ മെയിൻറ്റെയിൻ ആയിരിക്കും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. നോർമലി നമുക്ക് എടുത്ത് വെക്കാം, പക്ഷെ പാലക്കിന് കളർ കിട്ടത്തില്ല. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ പാലക്ക് നല്ല ഗ്രീനിഷ് കളർ ഇരിക്കത്തില്ല. അത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഐസിന്റെ വെള്ളത്തിനകത്താണെങ്കിൽ പാലക്ക് തിളച്ച് കഴിയുന്ന പാലക്കില്ലേ, ഐസിനോടെ ഇങ്ങനെ ഇടണം. ഇട്ടിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ എടുത്തങ്ങ് വെക്കണം. അപ്പം അതിന്റെ കളർ മെയിൻറ്റെയിൻ ആയിരിക്കും. അപ്പം നമുക്കിനി പാലക്ക് പനീർ ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലേക്ക് വരാം. ആദ്യം ഇതാണ് വെളിച്ചെണ്ണ. നമ്മൾ ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. വെളിച്ചെണ്ണ വേണ്ടൊക്കെ വെളിച്ചെണ്ണ. ഞാൻ നോർമൽ സാധാരണ എണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക്
നമുക്ക് അതിനകത്തേക്കാണെങ്കിൽ ഈ ഉള്ളി ഇടാവുന്നതാണ്. ഉള്ളി നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആയി കിട്ടണം. ഉള്ളി ബ്രൗൺ ആവാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ബ്രൗൺ ആവാൻ കുറച്ച് ഉപ്പ് ഉള്ളിക്കകത്ത് ഇട്ട് കൊടുത്താൽ ഉള്ളി വേഗം ബ്രൗൺ ആയി കിട്ടും. ഇതെൻ്റെ അമ്മ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഉള്ളി ബ്രൗൺ ആവുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണമെങ്കിൽ അല്ലെങ്കിൽ അടിച്ചു പിടിക്കും. നമുക്ക് ഈ പാലൊക്കെ ഒന്ന് അരിച്ചെടുക്കണ്ടായോ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു വലിയ ജാറുണ്ടെങ്കിൽ മിക്സിയുടെ അതിനകത്തോട്ട് ഈ പാലൊക്കെ ഇടണം. ഈ പാലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 2 കഷ്ണം ഇഞ്ചി മതി, ഒരു 4 കഷ്ണം വെളുത്തുള്ളി മതി. അതും കൂടിട്ട് ഇപ്പൊ പാലൊക്കെ നനഞ്ഞിരിക്കുമല്ലോ, അപ്പം വെള്ളത്തിന്റെ ഇപ്പം ആവശ്യമില്ല. നമുക്കപ്പം ഇതൊന്ന് അരച്ചെടുക്കാം. ഈ പാലൊക്കെ എന്ന് വെച്ചാൽ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു തുണി പിടിച്ചിട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മൊത്തം ഇങ്ങനെ തെറിച്ചു പോകും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം വരും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളിത് ഫ്രൈ ആക്കാൻ വെച്ചിരുന്ന കരിയാതെ സൂക്ഷിക്കണം. അത് ഇച്ചിരി സ്ലോയിലാക്കി വെക്കാം, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോയാലേ. ഇത് ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു ഞാൻ ഇതിൽ. ഇനി ഇതൊന്ന് അരിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ചെക്ക് ചെയ്യണം. ലേശം കൂടെ വെള്ളം വേണം. ഒന്നുകൂടെ ഒന്ന് അരച്ചു കൊടുക്കാം. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഇളക്കാൻ മറക്കല്ലേ. ഇതപ്പോൾ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ബ്രൗണിഷ് കളറായി വരും. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ലേശം കൂടെ വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചു കൊടുക്കാം. ഇത് ഫൈനൽ ടച്ചാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാം അരിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് പാലക്ക് നമ്മളെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ, കണ്ടോ, പാലൊക്കെ നല്ലതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലസും അദ്രക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ ആവട്ടെ. ഉള്ളി ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇത് ഏകദേശം ബ്രൗൺ ആയി വരുന്നത് കണ്ടത്. അടുത്തൊന്ന് നോക്ക്, ഏകദേശം ബ്രൗൺ ആയി വരുന്നുണ്ട്. അപ്പം ഇതിനായിട്ടാണെങ്കിൽ നമുക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം എണ്ണ ചൂടാക്കുമ്പം ഇതിനകത്ത് നമ്മുടെ ഇലയില്ലേ, ഇല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മളതായത് ബിരിയാണിക്കായിട്ട് ഇടുന്ന ഇല ഉണ്ടല്ലോ, ബിരിയാണിയൊക്കെ കിട്ടുന്ന ഇല, ആ ഇല ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിന് എനിക്കിതൊന്ന് വഴുതയിലാണെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സിനിമൻ ഉണ്ട്, അതും ഇട്ട് കൊടുക്കാം. അതെല്ലാം അതിൻ്റെ ഇഷ്ടമാണ്, നമുക്ക് ഏത് ടേസ്റ്റ് ആയിരുന്നു ശ്രദ്ധിക്കാം. എനിക്കിത് സിമ്പിളാണ്, ഇഷ്ടം തന്നെയാണ് ഉണ്ടാക്കാറ്. ഇതിപ്പോൾ ഉള്ളി ഫ്രൈ ആയി വന്ന്, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഫ്രൈ ആയി. ഇനി ഇതിനകത്ത് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്.
തക്കാളി നല്ല ചെറുതായിട്ടരിഞ്ഞ്, ഇത് 2 തക്കാളിയാണ് ചെറുതായിട്ടരിഞ്ഞ്, 3 ഉള്ളി 2 തക്കാളി. ഇതൊന്ന് നല്ലതായി സോട്ടയാവണം, നല്ലതായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഇങ്ങനെ എണ്ണ കാണാൻ പറ്റുന്ന പരുവത്തിന് വേണ്ടി. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ചതിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഇടാം. അതെല്ലാം അവൻ്റെ ഇഷ്ടമാണ്. ഇപ്പം നല്ല ഗാർലിക് ബട്ടർ കിട്ടും, അതൊന്നും ഇടാം നമുക്ക്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടും. നമ്മളിപ്പോൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഓർമ്മ വേണം, ഉപ്പ് ഓവറാവാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പം സോട്ടയാവുന്ന വരെ നമുക്ക് ഈ പനീറാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ആ പനീർ നമുക്ക് അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളണം. പിന്നെ നമുക്കിത് നോർമലി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പനീർ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇത് അടിക്കൊണ്ടിരിക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഈ പനീർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുവാണ്. അതിനായിട്ട് ഞാനൊരു ലേശം എണ്ണ ഇടുന്നതായിരിക്കും. വീണ്ടും അതിന് വെളിച്ചെണ്ണ ഇടുന്നത് വെളിച്ചെണ്ണയിട്ട് ഉണ്ടാക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ ടേസ്റ്റ് ഒക്കെ വേണമെന്ന് പറയത്തില്ലേ, അപ്പോൾ അതിന് നമ്മൾ നോർമൽ സാധാരണ എണ്ണ ഇടുന്നതായിരിക്കും നല്ലത്. ഇത് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 2 സ്പൂൺ എണ്ണ മതി. നമുക്ക് ഇതിനകത്തോട്ട് ഈ പനീർ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ വരത്തുള്ളൂ പനീർക്ക്. വെള്ളം അത്രയും വരാതെ സൂക്ഷിച്ചാൽ മതി. എക്സസ് വെള്ളം ഉള്ളതൊന്ന് കളയാം. ഈ പനീരിനകത്ത് നമുക്ക് ഒരു ലേശം ഉപ്പും ഒരു ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ ഒരു കളർ കിട്ടാനായിട്ട്. ഓക്കെ, ഉപ്പ് പനീർ ഇച്ചിരി പിടിച്ച് നിൽക്കണം. ഞാനിപ്പോൾ ലേശം ഉപ്പ് ഇട്ടു. എനിക്കൊന്ന് നോർമൽ ഇച്ചിരി ഒന്ന് കളറൊന്ന് മാറി കിട്ടുമ്പോൾ ഇച്ചിരി മുളക് പൊടി ഇട്ടാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ടൊമാറ്റോ ഇതിന് ഫ്രൈ ആയി നോക്കാം. ഇത് അടുത്തൊന്ന് നോക്കിക്കോളൂ. ടൊമാറ്റോ ഫ്രൈ ഉണ്ടല്ലോ, ഈ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പനീറും അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പനീർ അവിടെ ആവുന്ന കാര്യം മറക്കല്ലേ. ഇതിൻ്റെ വെള്ളം പോലെ ഈ പതപത പോലത്തുള്ളത് വെള്ളമാണ്. ഇത് നല്ലതായിട്ട് ഒപ്പി കിട്ടും. ഓക്കെ, ആ വെള്ളം ഒപ്പി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ ഇച്ചിരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ ഇടണ്ടെങ്കിൽ ഇടണ്ട. അല്ല, നമ്മൾ പച്ചയ്ക്ക് പനീറുണ്ടെങ്കിൽ പച്ചയ്ക്ക് ഉണ്ടാവുന്നതാണ് കറിക്കകത്ത്. ഈ തക്കാളി നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. പനീർ അതിൻ്റെ വെള്ളം ഒരുവിധം മാറി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചിലർ മഞ്ഞൾപ്പൊടി ഇട്ടും, ഈ പനീറിന് ചിലർ മഞ്ഞൾപ്പൊടി ഇടും. ഞാൻ പക്ഷേ ഇതിന് ജസ്റ്റ് ഒരു നോർമൽ ഇച്ചിരി മുളക് പൊടി മാത്രമേ എടുക്കുള്ളൂ. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പം വേണമെങ്കിൽ കസ്തൂരി മേത്തി കിട്ടും. കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ഇടാവുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോഴത്തേക്ക് ഇത് പനീരിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നുണ്ട് ഒരുവിധം. ഇതിനകത്തിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി മതി.
ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് സ്ലോ ആക്കി വെക്കാം. ഓക്കെ, അതുവരെ ഈ തക്കാളി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്ത് തക്കാളി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിലോട്ട് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരുന്ന പാലക്കില്ലേ, പാലക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും അത് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് പനീരിന് വെള്ളം പറ്റിക്കഴിഞ്ഞു. അത് വെച്ച് മുളക് പൊടിയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഏകദേശം തക്കാളിയും ഉള്ളിയും വഴറ്റിയതും ആയിട്ടുണ്ട്. പച്ചമുളകും വഴറ്റിയതായിട്ടുണ്ട്. ഇനി ഇതിനകത്തിലോട്ട് ഞാൻ ഈ പാലക്കിൻ്റെ അരിച്ച് വെച്ചിരുന്നത് ബോയിൽ പാല് കഴിച്ചിട്ട് ഇടാൻ പോവാണ്. ഇതിടുമ്പോൾ ഇച്ചിരി തെറിക്കുവേ, അപ്പോൾ സൂക്ഷിക്കണം നമ്മുടെ ദേഹത്ത് വിടാതിരിക്കാൻ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കുന്നതായിരിക്കും. നമ്മൾ ഈ കറിയൊക്കെ ഏത് കറി വേണമെങ്കിലും ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ നല്ല തിളപ്പിച്ചിടണം. അന്നേരം ആ കറിക്ക് അതിൻ്റെ രുചി കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പനീർ ഏകദേശം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തീ അങ്ങ് ഓഫ് ആക്കുവാണ്. അതിൽ ഇതൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആയിട്ടുണ്ട് പനീരിൻ്റെ. ഇത്ര ആയാൽ മതി, ബ്രൗണിഷ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, കണ്ടോ, ഇത് കണ്ടോ ബ്രൗൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇച്ചിരി ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനിയും വെള്ളം ഒന്ന് ചൂടായിട്ട് ആ വെള്ളം നമുക്ക് ഇതിനകത്ത് നിന്ന് ചാടിച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഗ്യാസൊക്കെ നമുക്ക് സ്പീഡാക്കി കൊടുക്കാം. നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണ്ടായിരുന്നു. അതനുസരിച്ച് വേണം പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. ഇത് പകൽ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചാൽ മതി, ഒക്കെ സമയം എടുക്കത്തില്ല. ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. ഇത് നമ്മുടെ വെള്ളം ചൂടായി കഴിഞ്ഞു. ഇനി ഈ വെള്ളം ഞാൻ ഇതിനകത്തൊന്ന് ചാടിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ആയിട്ടുണ്ട്, ഏകദേശം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് എത്ര ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടതെന്ന് വെച്ചാൽ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ചിലർ കുറുക്കി എടുക്കുന്നതായിരിക്കും, ചിലർ നല്ല വെള്ളം പോലാക്കി എടുക്കും. നമുക്ക് ചോറ് കഴിക്കണമെങ്കിൽ റൈസിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ ഇച്ചിരി വെള്ളം പോലാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇച്ചിരി കുറുക്കി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ചപ്പാത്തി, റോട്ടി, നാൻ എന്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം ഇതൊന്ന് തിളച്ച് വരണം. പിന്നെ ഇതിനകത്ത് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ആവും, അത് ഞാൻ കാണിച്ചു തരാവുന്നതാണ്. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. തിളയ്ക്ക് വന്നപ്പോൾ അത് നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. പിന്നെ നമുക്ക് എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് നേരത്തെ മുളക് ഇട്ടിട്ടുണ്ട്, ഇച്ചിരി മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, ഇത് രണ്ടും ഇട്ടാൽ മതി. ഇതൊന്ന് തിളച്ച് വരണം. ഇതൊന്ന് തിളച്ച് വരട്ടെ.
നമ്മൾ നേരത്തെ ഉള്ളി വേവിക്കുമ്പോൾ ഉപ്പിട്ടിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് നോക്കാം. കുറവായിട്ട് തോന്നുവാണെങ്കിൽ പിന്നെ അത് നമുക്കത് ആഡ് ചെയ്താൽ മതി. ഇത് നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ പാലക്കിൻ്റെ ആ ചെവയില്ലേ, ചെവ തോന്നും ചിലർക്ക്, അത് മാറി കിട്ടും. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ബട്ടർ ഇടാം. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ ഒരു കാര്യം ഇടാൻ പോകുന്നത് വെച്ചാൽ, ഞങ്ങളിവിടെ നമ്മൾ ഈ പാലിനകത്ത് നിന്ന് മലായി കിട്ടത്തില്ല, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ ഇതിനകത്ത് ഇടാം. ഓക്കെ, ഇതിടുമ്പം അത് കാണാനും നല്ല രസമാണ്, അതുപോലെ തന്നെ അതിൻ്റെ നല്ലൊരു രുചിയും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ചെവ എന്ന് പറയത്തില്ല ചിലത്, പാലക്കിനൊരു ചെവയുള്ള, അതങ്ങ് മാറിക്കിട്ടും. ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കഴിക്കാത്തവരും കഴിക്കാൻ തുടങ്ങും പാലക്ക്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ കാണിച്ചത് ഇങ്ങനെ ചെയ്താൽ സത്യമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടും. രുചിയും തോന്നും. പിന്നെ ഈ പിള്ളേർ കഴിക്കത്തില്ലല്ലോ, അവർക്കിത് രുചി തോന്നും കഴിക്കാനായിട്ട്. നമുക്ക് പറയില്ല ഹോട്ടലിൽ നല്ല രുചിയാണ്, അത് ഇത് കണ്ടാണ്. ചിലർ ഇതിനകത്ത് പാൽ ഒഴിക്കും. നമ്മൾ പച്ചപ്പാലുണ്ടെങ്കിൽ പച്ചപ്പാൽ ഒഴിക്കാം, തിളപ്പിച്ച പാലുണ്ടെങ്കിൽ അത് ഒഴിക്കാം. അതെല്ലാം മലായി ഉണ്ടെങ്കിൽ മലായി ഇടാം, ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഇടാം. അങ്ങനെയാണ്. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. സൂക്ഷിക്കണം, നമ്മൾ മേത്ത് ദേഹത്ത് തെറിക്കാതെ സൂക്ഷിക്കണം. ദേഹത്ത് തെറിക്കാൻ തോന്നുമ്പോൾ ഇച്ചിരി സ്ലോ ആക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പനീറില്ലേ, ഈ പനീർ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ അതിനകത്തോട് ഇട്ട് കൊടുക്കണം. ഓക്കെ, അതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇച്ചിരി കൂടെ ഒന്ന് തിളയ്ക്കാൻ കൊടുക്കാം. എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പനീറിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ ആ ടേസ്റ്റ് അതിലൊന്ന് പിടിച്ചു വരാനായിട്ട്. നമുക്ക് ഇതിനകത്ത് ഈ സമയത്ത് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് പനീർ ഇടാം, പച്ച പനീർ. അതല്ല നമുക്ക് ഇച്ചിരി ഫ്രൈ ആക്കി കിട്ടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ഫ്രൈ ആക്കിയിട്ടാണ് ചെയ്തത്. ഒന്നിൽ പാല് അല്ലെങ്കിൽ മലായി, അത് രണ്ട് എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഒഴിക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഞാൻ ഇതിൻ്റെ ഉപ്പ് നോക്കാം. കുറച്ചുകൂടെ ആവശ്യമുള്ളൂ. ഇത് തിളച്ചൊരു കൂടിപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് ഓഫാക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എല്ലാവരും നല്ല നല്ല കമൻറ്റ് അയക്കണം ഇഷ്ടപ്പെട്ടാലേ ചോദിച്ചിട്ട്. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ എൻ്റെ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ. ഓക്കെ, അപ്പോൾ എല്ലാവരിൽ നിന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. താങ്ക് യു.